ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പെങ്ങളെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. ചെടികളും പൂക്കളൊക്കെ കാണുമ്പോൾ മനസ്സിന് തന്നെ എന്തൊരു സന്തോഷമാണല്ലേ. അതൊന്നും ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. ചില ആൾക്കാർ ചെടികളൊക്കെ നന്നായിട്ട് നട്ട് പിടിപ്പിക്കുക, എന്നാലും ചിലർക്ക് ഇതിങ്ങനെ കാണാനായിരിക്കും ഇഷ്ടം. എന്തായാലും വേണ്ടില്ല, നമ്മൾ വീടൊക്കെ ഇൻഷാ അല്ലാഹ് റെഡി ആവട്ടെ. ചെടികളൊക്കെ നടണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതിൻ്റെ ഒന്നും പേരെനിക്ക് അറിയില്ല കേട്ടോ. എന്നാലും വേണ്ടില്ല, ഞാൻ ഇതൊക്കെ ഒന്ന് വീഡിയോ പിടിച്ച് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഞാൻ തന്നെ ഇവർക്ക് കുറേ ചെടികൾ ആദ്യം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലൊക്കെ പോയപ്പോൾ അതൊക്കെ ഇവിടെ ഒരുപാട് പിടിച്ച് വലുതായിട്ട് വന്നിട്ടുമുണ്ട്. ഈ ഒരു വാഴ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഒരുപാടുണ്ട്. അതൊക്കെ ഞാൻ കൊണ്ട കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടായി വന്നതാണ്. ഇതൊരുപാട് കാട് പോലെ വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റജി എന്നാണ് കേട്ടോ നാത്തൂൻ്റെ പേര്. അപ്പോൾ റജിത്താത്ത എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ റജിത്താത്ത പറയായിരുന്നു ഇത് മാറ്റണം എന്നൊക്കെ അവിടുന്ന്. എന്താ വെച്ചാൽ ഒരുപാട് കാട് കൂടി ഇങ്ങനെ നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ അത് മാറ്റണമെന്ന് പറയായിരുന്നു. പിന്നെ ഇതാക്കണ കാറ്റാർവായ ഉണ്ടല്ലോ, നമ്മുടെ അലോവേറൻ്റെ തൈകളുണ്ട്. അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. മക്കളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ. അവരൊക്കെ വീഡിയോയിൽ കാണിക്കാൻ പറ്റൂല, ആ ഒരു കോലത്തിലായി കിടക്കുകയാണ്. ഇവിടെ വന്നാൽ പിന്നെ അവർക്ക് അവരിഷ്ടത്തിന് ഇങ്ങനെ കുറേ സ്ഥലമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവർ കളിച്ചങ്ങോട്ട് ആർമാദിക്കുക തന്നെയാണ്. പിന്നാണെങ്കിൽ ആരും കാണാതെ ചില സൂത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറിച്ച് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നെയ്നുമാണ് അങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് ഒപ്പിക്കുന്നത്. പിന്നെ പെങ്ങളെ പുതിയാപ്പിളാണെങ്കിലും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. ചെടിച്ചട്ടിയും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ മൂപ്പരെന്നെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ പിന്നെ നാത്തൂന് വലിയ ബുദ്ധിമുട്ടില്ല. അതൊക്കെ മൂപ്പര് നോക്കിക്കോളൂ കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്ത് ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് മുറ്റൊക്കെ റെഡിയാക്കി ഇതേപോലെ ചെടിയൊക്കെ പിടിപ്പിച്ച് വെക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം നടക്കും തന്നെ വിചാരിക്കും നമുക്ക്. അല്ലാതെ എന്ത് ചെയ്യാനാണല്ലേ. എല്ലാം ശരിയാവും. അതവിടെ പോകാനാണ്. എന്തായാലും ഇത്രത്തോളം ആയതിന് തന്നെ അൽഹംദുലില്ലാ എന്ന് പറയാം. അപ്പോൾ വീടിൻ്റെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ദിവസം ലീവ് കിട്ടിയപ്പോൾ മക്കൾ കച്ചറുണ്ടാക്കിയതുകൊണ്ട് മാത്രം വന്നതാണ്. നനയ്ക്കാനും ഒക്കെ ഉണ്ട്. എന്നാലും വേണ്ടില്ല, അവർ ഇങ്ങനെ കച്ചറുണ്ടാക്കിയപ്പോൾ പിന്നെ എനിക്ക് സുഖമില്ലായിട്ട് കാണാനും കൂടിയൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ നാത്തൂൻ പറഞ്ഞു ഇവിടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരമുണ്ട്, അവിടെ പറമ്പിലൊന്ന് പോയി നോക്കുന്നു. അങ്ങനെ ഞാൻ മക്കളൊക്കെ പറിച്ചിട്ട് തിന്നുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് നോക്കിയതാണ്. അപ്പോൾ കുറച്ച് കായ്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പൂവാണിത്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ചെറിയ ചെറിയ കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അതൊക്കെ സൂം ചെയ്ത് അപ്പോൾ കാണുന്നുണ്ട്. ചെറിയ കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വേണ്ടില്ല, ഒന്ന് ഞാൻ പറിച്ചെടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പുളിയുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ പഴുത്താൽ ചെറുതായിട്ട് മധുരമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ വയലറ്റ് മുളകുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇവിടെ തന്നെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു മുളക് തന്നെയാണിത്. അപ്പോൾ അതാ ഈ ഒരു കുഞ്ഞു പുളി ഞാൻ തിന്ന് കഴിയാനായിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.